ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇവനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം ഇവന് അത്യാവശ്യം നമ്മൾ പറയുന്നതിനുള്ള മറുപടി പറയാനുള്ള കഴിവെല്ലാം ഉണ്ട് കേട്ടോ. ഇവനെ ആരുടെയെങ്കിലും കയ്യിൽ ഉണ്ടായിരുന്നാലുണ്ടല്ലോ എന്ന് വെച്ചാൽ നമ്മളെ വീഡിയോസൊക്കെ എടുക്കുന്ന ആരുടെയെങ്കിലും കയ്യിലുണ്ടായിരുന്ന ഇവനെ വെച്ചിട്ടുണ്ടല്ലോ നല്ല കാശ് സമ്പാദിക്കാം. കാരണം നിങ്ങൾ പിന്നെ ഇവനെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ 1 ലക്ഷം കൊടുത്താലും 2 ലക്ഷം കൊടുത്താലും വിടത്തില്ല. കാരണം ടോക്കിംഗ് കാറ്റെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളും കൂടെ നല്ലവണ്ണം നിങ്ങൾ രണ്ടുപേർക്കും കൂടെ അഭിനയിച്ച് തകർത്തുണ്ടല്ലോ നല്ല വീഡിയോസൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് പോകുന്നതേ ഉള്ളൂ. പക്ഷേ ഇവന് എന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ നിൽക്കുമായിരുന്നു, പക്ഷേ സമ്മതിക്കത്തില്ല. ഇന്നലെ തന്നെ ഫോൺ വിളിച്ച് ഇവനെ അങ്ങോട്ട് കൊണ്ടാക്കുന്നില്ലേ ആരുടെടുത്തെങ്കിലും കൊടുക്ക് ഇവനെ കൊണ്ടാക്കുന്നില്ലേ. ആദ്യം ചോദിച്ചു, ഈ പൂച്ച ഇവിടെ ഉണ്ടോ, പോയോ, ഇങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അവൻ എങ്ങും പോയിട്ടില്ല, അവൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അവനെ കാണണ്ടേ, എന്തായാലും നിങ്ങൾ വന്നതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ പറഞ്ഞ എനിക്ക് കാണേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങ് കൊണ്ടാക്ക് ഇങ്ങനെ പറഞ്ഞു. ഓക്കെ, അവൻ്റെ ബെൽറ്റ് അല്പം നീക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഇവനെ ഇങ്ങനെ ഇപ്പോൾ കുറച്ച് ഇതായിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞാൽ ഇവൻ തൈര് തീറ്റ വേറെ ഒന്നും കഴിക്കത്തില്ല. വേറെ എന്ത് കഴിച്ചാലും ഇന്നലെ ഞാനവന് ചിക്കൻ്റെ ഗ്രേവിയും ചിക്കനുമായിട്ട് വെച്ച് കൊടുത്തപ്പം ചിരിച്ച് ചാവാൻ കൊള്ളാം. ഇത് ഈ യൂട്യൂബിലൊക്കെ മുന്നേ കണ്ടിട്ടുണ്ട് കേട്ടോ. എന്തോന്ന് അതിൻ്റെ പൂച്ചയുടെ മൂക്കിൽ നാരങ്ങ എന്തോ മണപ്പിച്ച് കൊടുക്കുമ്പോൾ പൂച്ചയ്ക്ക് ഛർദ്ദിക്കാൻ വരണ അതിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്, ഒരു ഷോർട്സ് എന്തോ. അപ്പോൾ അതുപോലെയാണ് അവന് ഞാൻ എടുത്തു വെച്ച് കൊടുത്തപ്പോൾ അവന് ഉടനെ വൊമിറ്റിങ് വന്നത്. പിന്നെ അവൻ അത് കഴിച്ചില്ല കേട്ടോ. അവന് ഛർദ്ദിക്കാൻ വരുന്ന സാധനം പിന്നെ അവൻ കഴിച്ചില്ല. അങ്ങനെ തന്നെ പിന്നെ അവൻ മാറ്റി വെച്ചിട്ട് മാറിയിരുന്നു. ഇന്നലെ രാത്രി അതുപോലെ തന്നെ ഇവനെ ഇത്തിരി ആൻറ്റിബയോട്ടിക് മരുന്ന് കഴിപ്പിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു രക്ഷയുമില്ല. ഇവൻ അവിടെ നിന്ന് മേലെ നിന്ന് എടുത്ത് ചാടി, ജമ്പ് ചെയ്ത് താഴെ എടുത്ത് ചാടി. എത്ര പിടിച്ച് അമർത്തി വയ്ക്കാൻ നോക്കിയിട്ട് അവൻ സമ്മതിച്ചില്ല. ആളിന് മതിയായി. ഇതാ പോണു നമ്മളെ ടോക്കിംഗ് കാറ്റ്, ഇതാ പോകുന്നു ടോക്കിംഗ് കാറ്റ്. ഭക്ഷണം കഴിച്ചു, ടോക്കിംഗ് കാറ്റ് അതാ ഓടുന്നു. ഇങ്ങ് വാടാ നമുക്ക് വീഡിയോ എടുക്കാം, ഇങ്ങ് വാടാ ടോക്കിംഗ് കാറ്റ്, ഇങ്ങ് ബാ ഇങ്ങ് ബാ. അവൻ ഭക്ഷണം കഴിച്ച് പറഞ്ഞില്ലല്ലോ ഇവൻ്റെ മരുന്നിൻ്റെ കൊടുപ്പ് കാര്യം. ഇവൻ ജമ്പ് താഴെ ചാടി. ഞാനും മോളും കൂടെ പിന്നെയും പിടിച്ച് തുണിയെ കൊണ്ട് പൊതിഞ്ഞ് രണ്ടുപേരും കൂടെ വീണ്ടും ഇവനെ മരുന്ന് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചവൻ സമ്മതിക്കത്തില്ല ഒരു വിധത്തിൽ. 3-4 പ്രാവശ്യം ട്രൈ ചെയ്തു. അവസാനം പിന്നെ ഇവൻ തൈര് കഴിക്കുന്നുണ്ടല്ലോ, അപ്പോൾ തൈരിൽ വച്ചിട്ട് ഇങ്ങനെ ഇവന് കുഴച്ച് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ ഇവന് ഒരു നിവർത്തിയില്ല. അവന് വിശപ്പും ഉണ്ട്, അവന് കഴിക്കുകയും വേണം, ഒരു നിവർത്തിയില്ല. അപ്പോൾ അവൻ കുറേ നേരം പോയി മണം പിടിച്ച് അതിനെ കഴിക്കാൻ നോക്കി. അപ്പോൾ മരുന്നിൻ്റെ സ്മെല്ല് കിട്ടണതുകൊണ്ട് പിന്നെ അവൻ അതും കഴിച്ചില്ല. അങ്ങനെ ഇന്നലത്തെ രാത്രി ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാമല്ലോ, കള്ളം പറയുന്നില്ല. കാരണം നല്ലവണ്ണം ട്രൈ ചെയ്ത് അവനെ മരുന്ന് കഴിപ്പിക്കാൻ വേണ്ടി ഒരു രക്ഷയില്ല. ഇവൻ നല്ലവനാണ്, സ്നേഹമുള്ളവനാണ്, എല്ലാമാണ്. പക്ഷേ മരുന്ന് മാത്രം കഴിക്കാൻ അവന് പറ്റുന്നില്ല. ഇനി ഒരു ബ്രദർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, അവന് ഗ്ലൂക്കോസ് കൊടുക്കണം. ഗ്ലൂക്കോസൊക്കെ ഒരു സാധനം ഇവൻ വെള്ളം കുടിക്കുന്നത് കണ്ടിട്ടില്ല. ഇപ്പം ജീവൻ വച്ച് വരുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ മദർ ഡയറി എന്തോന്നാ പറഞ്ഞുകൊണ്ട് ഒരു കമ്പനിക്കാർ പാല് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തതാണെന്ന് തോന്നുന്നു, മിൽക്ക്. അപ്പോഴത്തേക്ക് അവർ അതിൻ്റെ കൂടെ ഒരു 100 ഗ്രാംസിൻ്റെ പിന്നെ തൈര് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു 3 കവർ പാല് വാങ്ങുന്നെങ്കിൽ അപ്പോൾ 3 കവറ് തൈര് കിട്ടും. അതിനെയാണ് ഇങ്ങേര് തിന്നും കൊണ്ട് ബോഡി ബിൽഡറായിട്ട് ഇരുന്ന് നക്കി തുടയ്ക്കുന്നത്. വിചാരിക്കുകയാണ് ഇനി പോകുന്നില്ല, ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദിവസം ഇവന് ഒരു 2 കവർ പാലെങ്കിലും വേണം ബോഡി ബിൽഡറിന്. അയ്യോ, അങ്ങനത്തെയാണ് അവൻ്റെ കാര്യം. ഇവനെ നിർബന്ധമായിട്ട് പിടിച്ച് മരുന്ന് കൊടുക്കണമെന്ന് പറയുന്നത് എനിക്കറിയില്ല. അപ്പം എത്ര നിർബന്ധിച്ചിട്ടും അവനെ കഴിപ്പിക്കാൻ പറ്റുന്നില്ല. നമുക്ക് അവൻ്റെ കാറലും കീറലും കിട്ടാനുള്ളതേ വഴിയുള്ളൂ.
എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ വാക്സിനൊക്കെ വാക്സിൻ എടുക്കണവരും കൂടെ വടിയാവുകയാണ്. അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട്. ഇപ്പോൾ അവന് ഇന്ന് രക്തമൊന്നും ഛർദ്ദിച്ചില്ല. ഇന്ന് ഞാൻ കുറച്ച് പുല്ലൊക്കെ കൊണ്ടുവച്ച് കൊടുത്ത്. അപ്പോൾ അതെല്ലാം കഴിച്ചു. ഇവനും അതുപോലെ തന്നെ മറ്റ് പൂച്ചകൾക്ക് എല്ലാത്തിനും ഞാൻ ബക്കറ്റിനകത്ത് അങ്ങോട്ട് തിരിക്കും. ബക്കറ്റിൽ വെള്ളവും വച്ച് ചെറിയ പുല്ല് വച്ചിട്ടുണ്ട് ഇവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടേ. അപ്പോഴത്തേക്ക് ഇന്ന് വെളുപ്പാങ്കാലം എപ്പോഴും ആയിരിക്കും എഴുന്നേറ്റിരുന്ന് ആ പുല്ലൊക്കെ കഴിച്ച് ഇവ വൊമിറ്റ് ചെയ്ത് വച്ചിരുന്നു. അത് മറ്റു പൂച്ചകളും അങ്ങനെ തന്നെ ചിലപ്പോഴൊക്കെ പുല്ലൊക്കെ കഴിച്ചിട്ട് അവർ ഛർദ്ദിക്കും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു നല്ല ലക്ഷണമായിട്ടാണ് തോന്നുന്നത്. പുല്ലൊക്കെ കഴിക്കാൻ തുടങ്ങിയല്ല, നല്ലൊരു ലക്ഷണമായിട്ടാണ് തോന്നുന്നത്. പതുക്കെ ഇവൻ ഭേദപ്പെട്ട് വരുന്നു. ആൻറ്റിബയോട്ടിക് ഇന്നലെ കൊടുത്തു. ഇന്ന് ട്രൈ ചെയ്തിട്ട് ഇന്ന് നടന്നില്ല. ഇന്നലെ രാത്രി നോക്കിയിട്ട് അത് പറ്റിയില്ല. ഇനി വൈകുന്നേരം അവന് കൊടുക്കണം. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. തൈരൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കണുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇനി ആരോഗ്യമല്ലേ ഇപ്പോൾ ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഇവൻ്റെ ദേഹത്ത് തൊടാൻ തന്നെ അവൻ സമ്മതിക്കത്തില്ല. എന്തെങ്കിലും മെഷീനറികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വല്ല അതിനകത്തൊക്കെ കയറ്റി ഇവനെ ക്ലിപ്പിട്ട് വച്ചാലേ ഇവൻ്റെ മേലെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി വരുമ്പോൾ എന്താകുമെന്നറിയില്ല. നാളെ അവിടെ നിന്ന് തിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് തിരിച്ച് ഇവിടെ വന്നതിന് ശേഷം എന്തൊക്കെ അഭ്യാസം ഇവൻ്റെ മേലെ പൂച്ചകളെയൊന്നും ഉപദ്രവിക്കില്ല കേട്ടോ, അനിമൽസിനെയൊന്നും ഉപദ്രവിക്കില്ല. പകരം എനിക്കാണ് സമ്മാനം തരുന്നത്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ടോക്കിംഗ് കാറ്റ്. എനിക്ക് കൊടുക്കാൻ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ ഇവനെ എൻ്റെ കൂടെ വെക്കണമെന്നാണ് ആഗ്രഹം. ഇവൻ നന്നായിട്ട് നമ്മൾ ചോദിക്കുന്നതിനൊക്കെ അവൻ മറുപടി തരും. അപ്പോൾ ഇവനെ എങ്ങനെ കിട്ടിയെന്ന് ചിലർക്കൊന്നും അറിയില്ല. ഇവനെ ഒരു ദിവസം രാത്രി ഒരു ഫോൺ കോൾ വന്ന്, അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ പൂച്ചയെ പട്ടി കടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ വെപ്രാളപ്പെട്ട് രാത്രി ഒരു 12:30 ആയി കാണും. അപ്പോൾ ഓടിച്ചെന്നു. അപ്പോൾ ഇവനെ കണ്ടപ്പോഴത്തേക്ക് ഇതുപോലെയൊന്നും അല്ല കേട്ടോ, വലിയ തടിയും പൂച്ച പോലെ. ഓ എന്തേ ദേഷ്യപ്പെടുന്നു. വലിയൊരു തടിയും പൂച്ചേരെ ഇതുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഇതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളൊരു കൂട എടുത്ത് അതിനകത്ത് പതുക്കെ മുകളിലത്തെ ഷെൽഫിൽ പോലത്തെ ഒരു സ്ഥലത്ത് കയറിയിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് മറിച്ച് തള്ളിയിട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. വിചാരിച്ചതെന്ന് പറഞ്ഞാൽ മരുന്നൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് ഒരു 2-3 ദിവസം കൊണ്ട് അവ ശരിയാവുമെന്ന് വിചാരിച്ചു. നമുക്കങ്ങനെ പരിചയമില്ല. അങ്ങോട്ട് പോടാ അങ്ങോട്ട് പോ, അപ്പുറത്ത് പോകണ്ട, അടി കൂടാൻ. അപ്പോഴത്തേക്ക് നമ്മൾ എടുത്തുകൊണ്ട് വന്നതാണ്. എടുത്തുകൊണ്ട് വന്ന് വെച്ചത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇത്രയും ദിവസമായി നാറ്റവും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടന്ന്. ഇപ്പോൾ അവൻ സുഖപ്പെട്ടു. ഇപ്പോൾ കുഴപ്പമില്ല. പക്ഷേ അവന് ബാക്കിയുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാനൊന്നും പറ്റുന്നില്ല എന്നുള്ളൂ. മരുന്ന് കഴിക്കാൻ ഭയങ്കര ഇതാണ് കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി അവനെ അങ്ങ് പോയി ഒളിച്ചിരുന്നവനെ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ അവന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൻ എന്നെ ദേഷ്യപ്പെടായിരുന്നു. അവന് കിച്ചണിലൊക്കെ പോയിരുന്നും കൊണ്ട് ഭക്ഷണം വിശക്കുമ്പോഴത്തേക്ക് കിച്ചണിൽ പോയിരുന്നും കൊണ്ട് അവൻ നോക്കും ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. ഇതേടാ ഇപ്പം അവന് സംസാരിക്കാനൊന്നും വയ്യ കേട്ടോ. അവൻ അങ്ങോട്ട് അകത്തോട്ട് ഓടിപ്പോകാൻ വേണ്ടിയിരുന്നതാണ്. അപ്പം ഞാൻ സമ്മതിക്കാത്തതുകൊണ്ട് അവന് നല്ല ദേഷ്യമുണ്ട് കേട്ടോ. ഇതായിരിക്കണുണ്ടോ സുന്ദരൻ. അപ്പോൾ അസുഖമൊക്കെ ഭേദപ്പെട്ട് വരണം. പക്ഷേ ഇപ്പോൾ പുറത്ത് പോയിട്ട് സ്വന്തമായിട്ട് ഭക്ഷണം തപ്പിപ്പിടിച്ച് അവന് കഴിക്കാനുള്ള ഒരു കപ്പാസിറ്റി ആയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഹസ്ബൻഡ് വിടണില്ലെന്ന് ചോദിച്ചപ്പോഴത്തേക്കുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ല, ആൻറ്റിബയോട്ടിക് പിന്നെ കൊടുത്ത് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ ഇവനെ വെളിയിൽ പറഞ്ഞയക്കാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാനേ പറ്റുള്ളൂ. അവൻ്റെ ബാക്ക് സൈഡൊക്കെ കണ്ട പെയിൻറ്റ് പോയത് ഇതുവരെ സ്കിന്നൊന്നും വന്നിട്ടില്ല. പിന്നെ വാലിൽ ചെറിയൊരു ഇതുണ്ട്. അതിൽ നമുക്ക് ബിറ്റാഡിൻ ലോഷനോ വല്ലതൊക്കെ തേച്ച് കൊടുക്കും. വാലിൽ തൊടുന്നത് ഇഷ്ടമല്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വാലിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ എപ്പോഴും വേണമെങ്കിൽ ഇൻഫെക്ഷനായിട്ട് വാല് മുറിഞ്ഞു പോവാനോ പുഴുക്കളൊക്കെ കയറിയൊക്കെ ഇവന് പ്രശ്നം ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ
ഇതൊക്കെ ഒന്ന് ഭേദമാക്കിയിട്ട് വേണം. ഞാനിന്നൊരു പഞ്ചാബി ഉണ്ട്, അവർക്ക് അവർ പൂച്ചയുടെ വീഡിയോയും മറ്റുമൊക്കെ മുകളിൽ നിന്നും കൊണ്ട് എടുക്കും കേട്ടോ. കുഞ്ഞുവിനെ നോക്കിക്കൊണ്ട് കുറേ നേരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കും. അപ്പോൾ അവരോട് ചോദിച്ചു നോക്കാം. ആ ചെറുക്കൻ്റെ അടുത്ത് ചോദിച്ചു നോക്കി, പക്ഷേ അവൻ അമ്മയോട് ചോദിക്കട്ടെന്ന് പറഞ്ഞു. ഇതുവരെ മറുപടിയൊന്നും തന്നില്ല. ഞാൻ പറഞ്ഞു അവനെ മൊത്തം അസുഖമെല്ലാം ഭേദമാക്കിയിട്ട് വേണമെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. മറുപടിയൊന്നും കിട്ടിയില്ല. ഇനി മറുപടി പറയുന്നോ ഇല്ലയോ ഒന്നും അറിയില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ആയിട്ട് പിന്നീട് വരാം. തൽക്കാലം പിന്നെ കണ്ടല്ലോ ഇവനെ. ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെയാണ്. ഇനി വൈകുന്നേരം മരുന്ന് കൊടുക്കാനുള്ള ഒരു നല്ലൊരു ശ്രമം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ ശ്രമിക്കും. പക്ഷേ അത്രയധികം ബുദ്ധിമുട്ടിയാലും കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. 2 പേർ ചേർന്ന് തന്നെ ഇവനെ പിടിച്ചൊക്കെ വെച്ച് കൊടുക്കാൻ നോക്കണം. പക്ഷേ നടക്കണ കാര്യങ്ങൾ ഒന്നുമില്ല. അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇവന് ആപത്തൊന്നും പറ്റത്തില്ല കേട്ടോ. പിന്നെ പതിയെ കുറച്ച് സമയം എടുക്കുമെന്നേ ഉള്ളൂ, മരുന്നൊക്കെ കഴിക്കാത്തതുകൊണ്ടേ. അപ്പോൾ ബൈ ഫ്രണ്ട്സ്, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.